മറ്റൊരാളുടെ മനസ്സിലുള്ളത് കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഈ വേദി അതിനുള്ളതാണ്. ഇത് സ്വിസ് എഡ്ടെക് അശ്വമേധം പവർഡ് ബൈ മെറ്റാഫീസ് എഡ്യൂകണക്ട് 2025 മെഡിട്രീന ഹോസ്പിറ്റൽ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം മനസ്സിൽ ഒളിപ്പിച്ച ആ വ്യക്തിത്വത്തെ കണ്ടുപിടിക്കുന്ന മാന്ത്രികനെ, GS പ്രദീപ്. അന്ധർ ആനയെ കാണും പോലെ എന്ന പ്രയോഗം നമുക്ക് വളരെ പരിചിതമാണ്. വിവിധങ്ങളായ അനുഭവത്തിൽ ഒന്നിനെ പല മനുഷ്യർ നോക്കിക്കാണുന്നു. ആത്യന്തികമായി എന്നാൽ അത് ഏകമായ ഒന്നായ ആന എന്ന വാസ്തവവുമാണ്. അന്ധർ ആനയെ കാണുന്നു എന്ന പ്രയോഗം ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത് പല മതസാരവും ഏകമാണ് എന്നറിയാതുലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ എന്ന ഗുരുദേവൻ്റെ വരികളാണ്. വിജ്ഞാനവും വിവിധ മുഖങ്ങളുള്ള ഒന്നു തന്നെ. അത് സാഹിത്യത്തിൽ, ശാസ്ത്രത്തിൽ, സാമൂഹ്യ പ്രവർത്തനത്തിൽ, ബഹിരാകാശ ചിന്തയിലിങ്ങനെ മാനവിക വിജ്ഞാനത്തിൻ്റെ പല മേഖലകളിലായി വ്യാപരിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യവിജ്ഞാനത്തിൻ്റെ വൈവിധ്യമുള്ള സർവ്വമേഖലകളുടെയും ഈ ഏകോപനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സ്വിസ് എഡ്യൂടെക് അശ്വമേധം പവേർഡ് ബൈ എഡ്യൂകണക്ട് മണപ്പുറം ആൻഡ് മെഡിട്രീന ഹോസ്പിറ്റൽസ്. ഈ വേദിയിലേക്ക് ആദ്യമായി എത്തുന്ന അതിഥി മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്നെത്തുന്ന ഒരു കോളേജ് അധ്യാപകനാണ്. ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്യാം. ആഷിഖ് മുബാരിസ്, വാക്ക് ഇൻ പ്ലീസ്. ഹലോ ആഷിഖ്. പറയൂ. എൻ്റെ പേര് ആഷിഖ് മുബാരിസ്, അരീക്കോട് നിന്ന് വരുന്നു, മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. പിന്നെ ഞാൻ സൗദി അറേബ്യയിലെ ഒരു കമ്പനിയുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു ഡോക്ടറൽ ഡിഗ്രി ഒക്കെ എടുത്താൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവിടുന്ന് റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നതാണ്. പക്ഷേ പല കാരണം കൊണ്ട് അതങ്ങനെ ഡിലേ ആയി പോവാണ്. അപ്പോൾ ഒരു ഗ്യാപ്പിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പഠിച്ചത് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയും. അതെ. എന്തായിരുന്നു ലിറ്ററേച്ചർ? അല്ല, ഞാൻ ലിംഗ്വിസ്റ്റിക്സ് ആണ്, ഭാഷാശാസ്ത്രം. അശ്വമേധത്തിലേക്ക് ഉള്ള എൻട്രി ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് ആ സമയത്തൊക്കെ വീട്ടിലെല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. എനിക്ക് തോന്നും അശ്വമേധത്തിൻ്റെ ആദ്യ കാലഘട്ടമാണത്. അതെ. അപ്പോൾ അന്ന് മുതലേ ഒരു വളരെ എന്താ പറയുക, ഒരു ഹരത്തോടു കൂടി കാണുന്നൊരു പരിപാടിയാണിത്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഹരമുണ്ട്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ എല്ലാ എപ്പിസോഡ്സും കാണാറുണ്ട്. അതുപോരാ, ടി വിയിൽ തന്നെ കാണണമെന്ന് വീട്ടുകാരോട് പറയണം. ഓക്കെ, തീർച്ചയായും. കാരണം ഈ മാറിയ കമ്പോള സംസ്കാരത്തിൻ്റെ പ്രേക്ഷകരോട് എല്ലാവരോടുമാണ്, യൂട്യൂബിൽ ഇത് കാണുന്ന പ്രേക്ഷകരോട് കൂടിയാണ്. മാറിയ കമ്പോള നിർണയങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ തിരക്ക് പിടിച്ച ജീവിതങ്ങളാകുന്നത് കൊണ്ട് വീട്ടിൽ ടെലിവിഷനിൽ പ്രോഗ്രാം കാണാൻ പലരും സമയം കണ്ടെത്താറില്ല. കാരണം മൊബൈലിൽ കാണാമല്ലോ എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. പക്ഷേ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെടുന്നത് പോലെ ഒരിക്കലും അവസാനിക്കാതെ നിലനിൽക്കണം എന്നും അശ്വമേധം എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ ഈ അശ്വമേധം എന്ന വൈജ്ഞാനിക യാത്രയല്ല ഏത് ടെലിവിഷൻ പരിപാടിയുടെയും നിലനിൽപ്പ് അതിൻ്റെ മാർക്കറ്റും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഉപഭോഗ സംസ്കാരം ആവശ്യപ്പെടുന്നത് നിങ്ങൾ ടെലിവിഷൻ സെറ്റുകളിൽ അശ്വമേധം കാണണം എന്നാണ്. നമ്മുടെ ഈ ടെലിവിഷൻ റേറ്റിംഗുകളൊക്കെ പ്രത്യേകിച്ച് ഇതൊരു വല്ലാത്ത കാലമാണ് അല്ലേ? മനുഷ്യ മനസ്സിൻ്റെ ഇക്കിളികൾക്ക് റേറ്റിംഗ് കൂടുന്ന ഒരു കാലത്തിലാണ് നമ്മളൊരു പ്രതിരോധ പ്രവർത്തനമായി അശ്വമേധം പോലൊരു വൈജ്ഞാനിക യാത്ര നടത്തുന്നത്. എങ്ങനെയാണ് മെയിൽ അയക്കുകയായിരുന്നു? ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലേക്കൊരു എൻട്രി കിട്ടിയത്. അപ്പോൾ പ്രേക്ഷകർ മെയിൽ അയക്കുന്ന പ്രേക്ഷകർക്ക് പങ്കാളിത്തമുണ്ട്. ഉറപ്പായും തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ മെയിലുകൾ അയക്കുക അല്ലേ? തീർച്ചയായിട്ടും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ടെൻഷൻ ഉണ്ട്, ഒരു ശ്വാസം ചെറുതായിട്ട് ഫസ്റ്റ് സെഗ്മെൻറ്റ് വിചാരിക്കുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ട്. ഒന്നുമില്ലെന്നേ, നിസ്സാരമാണ്. നോക്കാം. ആദ്യ മേഖലയിലേക്ക് പ്രിയങ്കരനായ ആഷിഖ് മുബാരിസുമായി ഒരു മൾട്ടി ലിംഗ്വിസ്റ്റ് ആകാൻ ആഗ്രഹമുള്ള മനുഷ്യനാണ് അല്ലേ? ഭാഷാശാസ്ത്രത്തിലാണ്
ബിരുദാനന്തര ബിരുദം നേടിയത്. ഇപ്പോൾ ഇംഗ്ലീഷ് അധ്യാപകനായി. ഇംഗ്ലീഷ് അധ്യാപകനായിട്ട്. മലപ്പുറം ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുഴിമന്തിയുടെയും കാൽപ്പന്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആതിഥേയത്വത്തിൻ്റെയും രുചിയുടെയും നാടായ മലപ്പുറത്തെ അരീക്കോട് നിന്നെത്തിയ ആഷിഖ് മുബാരിസ് ഇതാ അശ്വമേധത്തിൻ്റെ ഈ ദിവസത്തെ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് പ്രവേശിക്കുന്നു. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ആഷിഖ് കണ്ടെത്തേണ്ടത് ഒരു നാടിൻ്റെ പേരാണ്. എളുപ്പം, ഒന്നാമത്തെ സൂചന ഏറ്റവും എളുപ്പമുള്ള സൂചന ആണ്. കാണാം, ഈ 4 പട്ടണങ്ങൾ ഈ നാട്ടിലുണ്ട്. ബോംബെ, കൽക്കട്ട, മദ്രാസ്, ഡൽഹി. ഇന്ത്യ. ബോംബെ, കൽക്കട്ട, മദ്രാസ്, ഡൽഹി. ഇത് 4 ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ആലോചിക്കണോ? ഉത്തരം തെറ്റാണ്. രണ്ടാമത്തെ സൂചന. ഇല്ല. മൂന്നാമത്തെ സൂചന, നോ ഒഫീഷ്യൽ ലാംഗ്വേജ്. ആ രാജ്യത്തിന് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇല്ല. നാലാമത്തേലേക്ക്, ആ രാജ്യത്തിൽ ഒരു ദിവസം കണക്കിലാക്കപ്പെടുന്ന ശരാശരി 100 ഏക്കർ പിസ്സ ആ രാജ്യത്തിൽ ഒരു ദിവസം കഴിച്ചു തീർക്കപ്പെടുന്നു. ഇറ്റലി അല്ല. അഞ്ചാമത്തെ സൂചനയിലേക്ക് പോകാം. അത് എളുപ്പമുള്ള സൂചനയാകട്ടെ. ഇതെന്താണ്? ലിബർട്ടി, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. എവിടെയാണത്? രാജ്യമെന്നാണ് ചോദ്യം. അതെ, അമേരിക്ക. ആദ്യത്തെ സൂചനയിൽ ബോംബെയും ഡൽഹിയും കൽക്കട്ടയും മദ്രാസും ഒന്നും ഇന്ത്യയിലില്ലല്ലോ. ഇന്ത്യയിൽ മുംബൈയും കൊൽക്കത്തയും ചെന്നൈയും ഒക്കെ ഉള്ളൂ. പക്ഷേ അമേരിക്കയിലുണ്ട് ഈ 4 പേരുകളിലുള്ള പട്ടണങ്ങൾ. ഒന്നിലേറെ പട്ടണങ്ങളുണ്ട്. മദ്രാസ് തന്നെ 2 എണ്ണം ഉണ്ട്. കൽക്കട്ട ഉണ്ട് 2 എണ്ണം. ഡൽഹി ഉണ്ട്, ന്യൂയോർക്കിൽ തന്നെ ഉണ്ട്. പുതിയ അറിവാണ്. അപ്പോൾ ബോംബെയും ഡൽഹിയും കൽക്കട്ടയും മദ്രാസുമുള്ള രാജ്യം അമേരിക്ക. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്ക. ബിഗ് ആപ്പിൾ, വലിയൊരു ആപ്പിൾ കാണിച്ചത് എന്താണെന്ന് മനസ്സിലായോ? ന്യൂയോർക്ക് നഗരത്തിൻ്റെ മറ്റൊരു പേരാണ്, നിക്നെയിമാണ് ദ ബിഗ് ആപ്പിൾ എന്ന്. മറ്റൊന്ന് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇല്ല കേട്ടോ. അമേരിക്ക ഹാസ് നോ ഒഫീഷ്യൽ ലാംഗ്വേജ്. മറ്റൊന്നാകട്ടെ വളരെ എളുപ്പമുള്ളൊരു സൂചനയാണ്. 100 ഏക്കർ പിസ്സ കഴിക്കുന്നുണ്ട് ശരാശരി ഒരു ദിവസം അമേരിക്കയിൽ. പിസ്സ എന്ന് പറയാൻ പെട്ടെന്ന് ഇറ്റലിയിലേക്കാണ്. പിസ്സയുടെ തീർച്ചയായും അങ്ങനെ വന്നു. ഡോമിനോസ് ഒക്കെ മനസ്സിൽ. അപ്പോൾ എന്തായാലും കൺഗ്രാജുലേഷൻസ്, യു ആർ ക്വാളിഫൈഡ്. താങ്ക് യു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസിൽ നിന്ന് കിട്ടിയ സമ്മാനമാണ് അമേരിക്കയ്ക്ക്. അപ്പോൾ ആരംഭിക്കാം. ഓൾ ദി ബെസ്റ്റ്. അനിഷ, പാട്ടുപാടും, കവിത ചൊല്ലും? ഒന്നുമില്ല, അങ്ങനത്തെ കലാപരിപാടികൾ. കുടുംബത്തെക്കുറിച്ച് പറയൂ. വീട്ടിൽ ഉമ്മ, ഉപ്പ, അനിയൻ, അനിയത്തി. ഞങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് ഗൾഫിലായിരുന്നു. ഫാദറിന് എവിടെയായിരുന്നു ജോലി, സൗദിയിൽ. ബേസിക് സ്കൂളിങ് കഴിഞ്ഞത് സൗദിയിൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇവിടെ സെറ്റിലായി. ഫാദറിന് ബിസിനസ്സും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അനിയൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അനിയത്തി 10th ഞങ്ങൾ 3 മക്കൾ. ഓൾ ദ ബെസ്റ്റ്. കുടുംബത്തിലെ എല്ലാവരെയും ഞങ്ങളുടെ അഭിവാദ്യങ്ങളും സ്നേഹവും അറിയിക്കും. തീർച്ചയായും. ജൂറി, പ്രിയങ്കരനായ ഈ സുഹൃത്ത് മനസ്സിൽ അശ്വമേധത്തിനെ കുട്ടിക്ക് 1ാം ക്ലാസ് മുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഈ സുഹൃത്ത് മനസ്സിൽ വിചാരിച്ച പേര് അപ്രോച്ച് അംഗീകരിക്കുന്നു. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. ഈ അശ്വമേധത്തിന് 1ാം ക്ലാസ് മുതൽ കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുറച്ച് ഗൗരവമായിരുന്നു ഞാൻ മത്സരിക്കണം. ഓക്കെ. ഇന്ത്യൻ? യെസ്. പുരുഷൻ? നോ. മലയാളി? നോ. മലയാളി അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നോർമൽ ഡെത്ത്? യെസ്. – 1950 ശേഷം വരണം? യെസ്, ഓഫ് കോഴ്സ്. സൗത്ത് ഇന്ത്യൻ? നോ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? ഇതിൽ ഒന്നുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ അത് ആ വ്യക്തിയുടെ പ്രധാന പ്രശസ്തി? അതെ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം, കല, സാഹിത്യം.
പക്ഷെ നേരിട്ട് അതാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ബന്ധമുണ്ട്. ലൈഫ് ലൈൻ എടുക്കണോ? മേഖല രാഷ്ട്രീയം കലാസാഹിത്യം എന്നതിലൊന്ന് ആണോ? ഈ പറഞ്ഞ പോലെ ബന്ധമുണ്ട്, പക്ഷെ അല്ല എന്നുള്ളതാണ്. പ്രോമിനൻസ് അല്ല. റൊമാൻസ് അല്ല. അപ്പോൾ മറ്റേതോ മേഖലയുമായി ബന്ധമുണ്ടോ എന്നാണോ? ഇല്ല. പ്രോമിനൻറ്റ് മേഖലയുണ്ട്. വേറെ പ്രോമിനൻറ്റ് മേഖലയുണ്ട്, പ്രധാനപ്പെട്ട മറ്റൊരു മേഖല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം. യെസ്. മതപരം, ആത്മീയം അല്ല. നോ. അല്ല. അല്ല. പാരിസ്ഥിതിക പ്രവർത്തനം, എൻവയൺമെൻ്റൽ ആക്ടിവിറ്റിയാണോ അവരുടെ പ്രധാന സാമൂഹ്യ പ്രവർത്തനം? നോ. അല്ല. 2000-ന് ശേഷം വരണം. യെസ്. യെസ് ആണ്. യെസ്. നോർത്ത് ഈസ്റ്റോ, ജമ്മു കാശ്മീരോ, UP-യോ ആണോ? അല്ല. 2000-ന് ശേഷമാണ് മരണം എന്നുള്ളത് കറക്റ്റ് അല്ലേ? കറക്റ്റ്. എൻവയൺമെൻ്റലിസ്റ്റും അല്ല പ്രധാനമെന്ന് പറയുകയും ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനമാണോ അവരുടെ പ്രധാന സാമൂഹ്യ പ്രവർത്തനം? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അല്ല. അല്ല. മഹാരാഷ്ട്ര, ഗുജറാത്ത്. യെസ്. ആണ്. വെസ്റ്റേൺ കോസ്റ്റ് ആണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്. മഹാരാഷ്ട്ര. യെസ്. മഹാരാഷ്ട്ര. നോ. അല്ല. അല്ല. അവരുടെ പ്രവർത്തന മേഖലയാണ്. അല്ല, അവരുടെ പ്രശസ്തിക്ക് പ്രധാനപ്പെട്ട കാരണം സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള സംഭാവനകളാണ് എന്നുള്ളത് തന്നെയല്ലേ? അതെ. ഞാൻ ഈ സ്ഥലങ്ങളെ ഞാൻ പറഞ്ഞത് അവരുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അല്ല, അവർ ജനിച്ച സ്ഥലമാണ് ഞാൻ ചോദിച്ചത്. അവർ അങ്ങനെയാണെങ്കിലല്ല. അല്ല, മഹാരാഷ്ട്രയും ഗുജറാത്തും ഒന്നും അല്ല. അല്ല. അവരുടെ പ്രവർത്തന മേഖലയാണ് ഗുജറാത്ത് എന്ന് പറഞ്ഞത്. യെസ്. 16 ചോദ്യങ്ങൾ. രാജസൂയ. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? യെസ്. യെസ്. ആണ്. ഈ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ശരിയാണ് സാർ? ശരിയാണ്. ആ ബന്ധു ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നോർമൽ ഡെത്താണോ? അല്ല. പ്രശസ്തിയുടെ പ്രധാന കാരണം ഒരു മേഖലയാണോ അതോ ഈ സംഭവം വഴിയുള്ള പ്രശസ്തി എന്നതാണോ ശരി സാർ? ഒരു വ്യക്തിയുടെ പ്രധാന പ്രശസ്തിക്ക് കാരണം രാഷ്ട്രീയം, കല, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, സ്പോർട്സ്, ശാസ്ത്രം, ഉദ്യോഗം, ബിസിനസ്, സംഭവം, ബന്ധുത്വം എന്നിങ്ങനെ പല മേഖലകളുണ്ട്. ഇതിൽ ഈ രണ്ട് മേഖലകളും അത് മത്സരാർത്ഥിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വിട്ടുകൊടുക്കണം. ഒരു സംഭവമല്ലേ അവരുടെ പ്രശസ്തിക്ക് പ്രധാന കാരണം? തീർച്ചയായിട്ടും. പക്ഷെ അതിന് ശേഷം അല്ല, ആ സംഭവം ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, അതൊരു അങ്ങനെ ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഒന്നും അല്ല. ആ ഒരു ഇൻസിഡൻറ്റ് തന്നെയല്ലേ അവരുടെ അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ആ ഇൻസിഡൻറ്റ് തന്നെയല്ലേ അവരുടെ വേദനകളോ അവരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരനുഭവിച്ച നിസ്സഹായതയോ ഒക്കെ ലോകത്തിന് മുന്നിൽ അറിയാൻ കാരണമായത് അല്ലേ? അതെ. പക്ഷെ ആ ചോദ്യം വന്നില്ലായിരുന്നു. സംഭവം വഴിയാണ് പ്രശസ്തി ചോദ്യം വന്നിട്ടില്ലായിരുന്നു. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായും ഞാൻ എഡ്യൂക്കേഷണലിസ്റ്റ്, എൻവയൺമെൻ്റലിസ്റ്റ്, അത് മേഖലാ അടിസ്ഥാനത്തിലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പോട്ടെ, കുഴപ്പമില്ല. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ചോദ്യം ചോദിക്കാം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ശക്തവും വളരെ പോസിറ്റീവുമായ ഇടപെടൽ നടത്തിയ വ്യക്തിത്വത്തിൻ്റെ പേര് ടീസ്റ്റാ സെതൽവാദ് എന്നാണോ? യെസ്, ഓഫ് കോഴ്സ്. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ഭർത്താവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായിരുന്ന വളരെ
നൊമ്പരപ്പെടുത്തുന്ന ഈ രാജ്യത്തിൻ്റെ മുഖപടത്തിലേറ്റ ഏറ്റവും കളങ്കപൂർണമായ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട മനുഷ്യനാണോ? അതെ. അതിനെ തുടർന്ന് ആണ് മനുഷ്യാവകാശ പ്രവർത്തക എന്നുള്ള രീതിയിൽ നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് ട്രിഗറായത്, അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തത് നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ മരണത്തെ തുടർന്ന് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വിധവയായ ക്രോയറ്റ സ്കോട്ട് കിങ്, അതിന് അതുവരെ പുറം ലോകവുമായി അത്ര കണ്ട് ബന്ധമൊന്നുമില്ലാത്ത ഒരു ഹോം മേക്കറായിരുന്നു. എന്നാൽ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ മരണത്തെ തുടർന്ന് പിന്നീട് അമേരിക്കയിലെ ഈ ഇത്തരം കാര്യങ്ങളാൽ കൊല്ലപ്പെടുന്ന സർവ്വവിധവകളുടെയും ഏറ്റവും വലിയ അപ്പോസ്റ്റലായി മാറി അവർക്ക് വേണ്ടി നിരവധി പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടു ക്രോയറ്റ സ്കോട്ട് കിങ് എന്ന് പറയുന്നത് പോലെയാണ് താങ്കൾ വിചാരിച്ചത് റിഹാൻ ജെഫ്രിയുടെ വിധവയുടെ ജീവിതത്തെക്കുറിച്ച്, സക്കീറ ജെഫ്രിയെക്കുറിച്ചാണ് എങ്കിൽ ഒരു സംഭവം വഴിയാണ് ട്രിഗർ എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ, എനിക്ക് തോന്നുന്നു ഈ അക്കാദമിക ഇൻട്രസ്റ്റിൽ അങ്ങനെയാണ് പറയുന്നത് ശരിയെന്ന് തോന്നുന്നു, അല്ലേ? യെസ് തീർച്ചയായിട്ടും. ഞാൻ ഈ മരണം ചോദിച്ചപ്പോൾ 2000 അങ്ങ് ഒതുക്കി നിർത്തി, അല്ലേ? കുറച്ചുകൂടി കണ്ടംപററി ആയി മരണത്തെക്കുറിച്ച് ചോദിക്കണമായിരുന്നു. ഈ വർഷമാണ്, ഈ മാസം. എന്തുകൊണ്ടാണ് സക്കീറ ജെഫ്രി വിചാരിക്കാൻ കാരണം? ഇത് അവർക്കൊരു ട്രൈബ്യൂട്ട് എന്ന നിലക്കാണ് ഞാൻ അവരെ വിചാരിക്കാൻ കാരണം സമാനതകളില്ലാത്ത ഒരു എന്താ പറയുക അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നുപോയി. പിന്നീട് അങ്ങോട്ട് ഒരു പോരാട്ടമായിരുന്നു. എവിടെയാണെങ്ങാണ് ഗംഗാനിപാതം മരവിച്ചൊരസ്ഥികൾ ജീവൻ ധരിക്കുവാൻ എന്നാണ് കവി ചോദിച്ചത്. ഗോദ്രയിൽ എണ്ണിത്തീർക്കാൻ കഴിയാത്ത രീതിയിൽ നിരപരാധികളായ മനുഷ്യർ വേട്ടയാടപ്പെട്ടപ്പോൾ, ഗർഭിണിയായ സ്ത്രീയുടെ ശരീരത്തിലൂടെ തൃശൂലം കടന്ന് ചെന്നപ്പോൾ, വളരെ ആകസ്മികമാണ് ഈ എപ്പിസോഡ് കേട്ടോ, വളരെ ആക്സിഡൻ്റലായ ഒരു സംഗതി എപ്പിസോഡിലുണ്ടായി. കാരണം ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ മനുഷ്യവിജ്ഞാനത്തിൻ്റെ സർവ്വമേഖലകളെയും ഏകോപിപ്പിക്കുന്ന ഒന്നാണ് അശ്വമേധമെന്ന് പറയുവാനായി ഞാൻ കോട്ട് ചെയ്തത് അറിയാതെ, പല മതസാരവും ഏകമാണെന്നറിയാതെ ആനയിൽ അന്ധരെന്ന പോൽ എന്ന് പാരാതുലകിലൊരു ആനയിൽ അന്ധരെന്ന പോൽ എന്ന ഗുരുദേവൻ്റെ വരികളെക്കുറിച്ചാണ്. മതം മനുഷ്യൻ്റെ കണ്ണുകളെ അന്ധമാക്കിയപ്പോൾ ഇന്ത്യ എന്ന മതേതര രാജ്യത്തിൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിലേറ്റവും മുറിവായി ഗോദ്ര മാറിയപ്പോൾ, അവിടെ കൊല്ലപ്പെട്ടുപോയ ഇനിയും തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത നിസ്സഹായരായ നിരവധി മനുഷ്യർ ബാക്കിയായപ്പോൾ, അവരുടെ വീടുകളിൽ ഉറ്റവരുടെ നിലവിളികൾ ഉയർന്നു കേട്ടപ്പോൾ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉപ്പയെ ഉമ്മയെ ഒക്കെ നഷ്ടമായി പോയപ്പോൾ ഈ രാജ്യം പനിക്കുകയും തപിക്കുകയും ചെയ്തു. അന്ന് ഈ രാജ്യത്തിൽ മുറിവേൽക്കുകയും വേട്ടയാടപ്പെടുകയും ചെയ്ത മുസ്ലിം സമുദായത്തിലെ മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ഒരു സമുദായം മാത്രമായിരുന്നില്ലല്ലോ, മറിച്ച് അബൂ ത്വാലിബ് എന്ന അമുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ വഴികാട്ടിയായതുപോലെ ഇന്ത്യയിലെ മതേതരത്വത്തിനു വേണ്ടി എല്ലാ മതത്തിലുമുള്ളവർ പല മതസാരവും ഏകമാണ് എന്ന തിരിച്ചറിവിൽ തന്നെ അന്ന് ശബ്ദമുയർത്തുകയും ചെയ്തു. സാക്കിയ ജാഫ്രി, ഇന്ത്യൻ ആക്ടിവിസ്റ്റ്. 2002 ഗുജറാത്ത് കലാപത്തെ തുടർന്ന് നീതിക്ക് വേണ്ടിയുള്ള നിരന്തര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മനുഷ്യാവകാശ പ്രവർത്തക. നിയമപരവും രാഷ്ട്രീയവുമായ നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിച്ചിട്ടും ഗുജറാത്തിലെ ആക്രമണങ്ങൾക്ക് കാരണക്കാരായ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നവരെ ഉത്തരവാദികളാക്കാൻ അക്ഷീണം പോരാടിയ സാക്കിയ സാമുദായിക ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധത്തിന്റെയും നീതിന്യായത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിനു മുന്നിൽ പരിഗണിക്കപ്പെട്ട അവരുടെ നിയമ പോരാട്ടവും ഹർജിയും ആത്യന്തികമായി നിരസിക്കപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ മനുഷ്യാവകാശ വ്യവഹാരത്തിന്റെ ഒരു പ്രധാന ഭാഗമായി അവർ ഇപ്പോഴും പോരാട്ടം തുടരുന്നു. ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലയ്ക്കിടെ അതിക്രൂരമായി കൊല്ലപ്പെട്ട മുൻ MP എഹ്സാൻ ജാഫ്രിയുടെ വിധവയാണ് സാക്കിയ ജാഫ്രി. വെരി ഗുഡ് പ്രസൻസ് ആൻഡ് ഗുഡ് സെലക്ഷൻ. ഇതൊരു മെസ്സേജാണ്. താങ്കൾ വിചാരിച്ചത് ഒരു സന്ദേശം കൂടിയാണ്. മികച്ച തിരഞ്ഞെടുപ്പ്. ഒപ്പം മനീഷ പ്ലീസ്. ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം. ആഷിഖ് മുബാരിസ് പഠിച്ചത് ഭാഷാശാസ്ത്രമാണ്. ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ ലോകത്തിൽ പല ദിശകളിൽ നിന്ന് നാടുകളെക്കുറിച്ച് അറിയാൻ ആളുകൾക്ക് ആഗ്രഹമുണ്ടാകും. പണ്ട് ബെൽജിയത്തിൽ നിന്ന് ഫാദർ കാമുൽ ബിലിക് എന്ന മനുഷ്യൻ ഇൻഡോളജിസ്റ്റായി മാറി ഇന്ത്യയെക്കുറിച്ച്, ഇവിടുത്തെ ഭാഷകളെക്കുറിച്ച് അറിയാനെത്തിയതുപോലെ
ഞാനിടയ്ക്ക് പറയാറുള്ള ബ്രൂസ് കോണൽ എന്ന മനുഷ്യൻ കസ്ബെ ഭാഷ അറിയാൻ കാമറൂണിൽ എത്തിയതുപോലെ എഴുത്തുകാരുടെ ലോകം അത്ര കണ്ട് വിശാലമാണ്. പിറക്കുന്നതും വളരുന്നതും മാത്രമല്ല, സഞ്ചരിച്ചെത്തുന്ന ലോകങ്ങളാണ് അവർ കീഴടക്കുന്നത്. They conquer the world by traveling and learning the knowledge of each and every places, the human kingdoms, the human societies and the human senses. Stay tuned. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kaiരളി tv.in